ഹലോ ഗൈസ്, ഞാനും റൂംമേറ്റും കൂടെ ഇന്നാൾ കാരാപ്പുഴ ഡാം കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് വീഡിയോസാണ് ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വയനാട്ടിൽ എല്ലാ പ്ലേസസും പോകാൻ വേണ്ടിയിട്ട് വണ്ടി അത്യാവശ്യമാണ്. പക്ഷേ എങ്കിൽ ഇങ്ങോട്ടേക്ക് ഡയറക്റ്റ് മീനങ്ങാടിയിൽ നിന്ന് ബസ് സർവീസ് ഉള്ളതുകൊണ്ട് എല്ലാവർക്കും എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലമാട്ടോ കാരാപ്പുഴ. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും ലാർജസ്റ്റ് സിപ്പ് ലൈൻ സ്ഥിതി ചെയ്യുന്നത്, കേരളത്തിലെ ഏറ്റവും ലോങ്ങസ്റ്റ് സിപ്പ് ലൈൻ സ്ഥിതി ചെയ്യുന്നത് കാരാപ്പുഴയിലാണ്. അതുകൂടാണ്ട് വേറെയും കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഞാൻ റൂംമേറ്റും എടുത്തത് ജെൻസിങ് ആയിരുന്നു. ജെൻസിങ്ങിന് പെർ പേഴ്സൺ 280 റുപ്പീസാണ്. നമ്മൾ പോയപ്പോൾ അവിടെ അത്യാവശ്യം വലിയൊരു ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്തു, ഒരു ഹാഫ് ആൻ അവർ എടുത്തു. എനിക്ക് ആദ്യം വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. റൂംമേറ്റ് ആൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, ചേച്ചി സമയമായി കയറാറായി എന്നൊക്കെ. അങ്ങനെ നമ്മളെ ഇത് ടേൺ ആയപ്പോൾ നമ്മൾ കയറി. നമ്മളെ കൂടെ വേറൊരു ചേട്ടനും കൂടെ ഉണ്ടായിരുന്നു. 3 പേർക്ക് ഇരിക്കാനുള്ള ഓപ്ഷനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം മുകളിലോട്ട് എത്തിയിട്ട് അവിടെ ഒരു സ്റ്റക്കാവുന്നൊരു മൊമെൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് പേടിക്കും കേട്ടോ. പിന്നെ അത് ഇങ്ങനെ ഒറ്റ വിടലാണ്. അവർ വിസിലടിച്ച് കഴിഞ്ഞിട്ട് ജീവൻ പോയിപ്പോവും. ഞാനാണെങ്കിൽ ആ പുള്ളീനോട് പറഞ്ഞു, ഞാൻ ഒച്ചപ്പാട് ഉണ്ടാക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പുള്ളീൻ്റെ കൂടെ കയറിയത്. പക്ഷേ ഞാൻ നന്നായിട്ട് ഒച്ചപ്പാട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഡാമിൻ്റെ സൈഡിലേക്കൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തു. നമ്മൾ പോയപ്പോൾ അന്ന് മഴ ഇല്ലായിരുന്നു. ഇതാണ് ജയൻ സിംഗിൻ്റെ ഓപ്പോസിറ്റ് വ്യൂ എന്ന് പറയുന്നത്. ഡാമിൽ നിന്നുള്ള വ്യൂ അതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡാമൊക്കെ ജസ്റ്റ് നടന്ന് കണ്ടു. പിന്നെ ഫ്ലവേഴ്സിൻ്റെ ഒരു ഗാർഡൻ ഉണ്ട് അവിടെ, അതൊക്കെ കണ്ടു. പിന്നെ നമുക്ക് വേഗം എത്തേണ്ടതുകൊണ്ട് അധികം ആക്ടിവിറ്റീസ് ഒന്നും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. നമുക്ക് തിരിച്ച് മാനന്തവാടി എത്തേണ്ടതുകൊണ്ട് നമുക്കധികം ആക്ടിവിറ്റീസ് ബാക്കിയുള്ളത് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ ഒരു മാംഗോ ബോറും കഴിച്ച് മടങ്ങി. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.